വെറും 600 കണ്ടെയ്നർ ആക്കിയാൽ 600 എത്രയാണ് ലാസ്റ്റ് പറഞ്ഞ 150 പറഞ്ഞു. എന്നാൽ അതിൽ കൂടെ ഒരു 10 ഇത് നമ്മളിന്ന് ആ വണ്ടിയിൽ പോകുന്നില്ല, ക്യാൻസൽ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല, ലേറ്റായാൽ നമുക്ക് പറഞ്ഞു. അപ്പം അതുകൊണ്ട് നമ്മളിവിടുന്ന് ഷൊർണൂർ തൃശ്ശൂർ പാസഞ്ചറിൽ പോയിട്ട് നമ്മളവിടുന്ന് നമ്മുടെ എറണാകുളം ഗുരുവായൂർ എറണാകുളം പാസഞ്ചറിൽ പോയി. അപ്പോൾ നമ്മൾ 16 പീസ് കാർഡുണ്ട്. 16 പീസ്. ഇല്ലല്ലോ അങ്ങനെ ഒരു കാർട്ടൂൺ വരിക 400 ml 24 600 ml 16, 800 ml 12. അത് കിട്ടൂല. എന്നാ 400 എടുക്കണ്ടേ ചെയ്യും. 600 കിട്ടോ 145. ഇത് 110 ഒരു പൈസ കൊല്ലാൻ പറ്റാം. മറ്റേ 100 ആക്കി ഓരോട് സംസാരിക്കാൻ ഉറപ്പിച്ചോളാം, അത് പ്രശ്നമില്ല. ഇത് 110 അതെ. ഷൊർണൂർ ബി ക്യാബിൻ ആണ്. ഷൊർണൂർ ബി ക്യാബിൻ ഭാരതപ്പുഴ. അപ്പോൾ പിന്നെ 600 ഫുൾ കണ്ടെയ്നറാണ് ഇനി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗായ്സ്, നമ്മളിതാ നമ്മുടെ ലോക്കലിൻ്റെ തൊട്ടടുത്താണ്. എൻ്റെ ദൈവേ, ഇത് ഈ ഫീലിംഗ് ഒന്ന് വേറെയാണ് ഗൈസ്. ഒന്നോ ഹെവൻലി ഫീല്. ഓ, നമ്മുടെ മുത്ത ആക്സിലറേറ്റ് ചെയ്യുന്നത് കണ്ടോ? ഞാനൊന്നും മിണ്ടൂല കേട്ടോ ഗൈസ്, ഞാൻ ഒരക്ഷരം മിണ്ടൂല. തൃശ്ശൂർ എത്തുന്നത് വരെ ഇവൻ്റെ ഈ ഹമ്മിങ് മാത്രമായിരിക്കും കൂടുതൽ കേൾക്കുക. ഹെവൻ ഗൈസ്. ഒരു ഹെറിറ്റേജ് വണ്ടി കവർ ചെയ്യാനാണ്. ഇത് അപ്പുറത്ത് ശബരി കയറി വരുന്നുണ്ട്. നമുക്ക് ശബരീനെ സ്പോട്ട് ചെയ്യുമ്പോ ശബരി പ്രകാശ്
നമ്മുടെ ശബരിക്കുട്ടൻ എന്താ കയറി വരുന്നുണ്ട്. നമ്മുടെ WDP4D ഹമ്മിങ്ങും ചെയ്ത് പോകുന്നുണ്ട്. ഇത് WDP4D meets WP7 ശബരി എക്സ്പ്രസ് മീറ്റ്സ് ഷൊർണൂർ തൃശ്ശൂർ പാസഞ്ചർ. എൻ്റെ പൊന്നു എൻട്രി ഉണ്ടോ? അയ്യടാ WDP4D ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലൊക്കെ കിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെ ശബരിക്ക് ഇവിടെ സ്റ്റോപ്പ് ഉണ്ടല്ലേ? ഓ അങ്ങനെയാണെങ്കിൽ ശബരിക്ക് ഇരിഞ്ഞാലക്കുട സ്റ്റോപ്പ് കൊടുക്കാം, കുഴപ്പമില്ല. വടക്കാഞ്ചേരി സ്റ്റോപ്പ് കൊടുക്കാന്നുണ്ടെങ്കിൽ ഇരിഞ്ഞാലക്കുട സ്റ്റോപ്പ് കൊടുക്കാം. ഓട്ടോ എൻ്റെ പൊന്നു WDP4D അപ്പുറത്ത് സൈഡ് ഇവൻ പോയിട്ട് നമുക്ക് WDP4D ആ സൈഡിൽ നിന്ന് എടുക്കും. റൂട്ടാണോ ലോക്കോസിൻ്റെ വിലയൊന്നും പല ആളുകൾക്കും അറിയില്ല. കുറച്ചുകൂടെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ട്. ചെയ്യുന്നത് കണ്ടോ നമ്മുടെ WDP4D. റെയിൽ ഫാൻസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണെന്ന് അറിയാമോ? കേട്ടോ ഗൈസ്, അവൻ്റെ ആ മധുരമായ സ്വരം. ഇതൊക്കെ റെയറാണ് ഗൈസ്. നമുക്ക് ഇതിൽ പരം ഭാഗ്യം വേറെ വേണ്ട. ഞാനൊന്നും മിണ്ടുന്നില്ല ഗൈസ്, മിണ്ടാൻ തോന്നില്ല എനിക്ക്. ഒരു റെയിൽ ഫാൻ്റെ ലൈഫിൽ ഇതിൽ പരം വേറെ എന്ത് വേണം? WDP4D തകർക്കുവാണ്. അപ്പം ഞാൻ ഇനിയൊന്നും മിണ്ടൂല കേട്ടോ. എല്ലാവരും ആക്സിലേഷൻ എൻജോയ് ചെയ്യുക നമ്മുടെ WDP4D. നല്ല പാസഞ്ചർ കേട്ടോ ഗൈസ്, പറയാതെ വലിയ അടിപൊളി പാസഞ്ചറാണ്. മനം കവർന്നത് മനം കവർന്നു. ഇതിൻ്റെ കുറച്ച് ഫുഡ് എടുക്കണം കേട്ടോ ഗൈസ്. ഉണ്ടാവും, എന്നും ഉണ്ടാവും, നമ്മളൊപ്പം തന്നെ ഇവരുണ്ടാവും. ഇവരെങ്ങോട്ടും പോകില്ല നമ്മളെന്നും വിട്ട്. കാരണം ഇവരെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നെപ്പോലെ
മറ്റുള്ള സാധാരണ റെയിൽ ഫാൻസിന് ഇവരെ പോലെയുള്ളവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. WD-40 അല്ലെങ്കിൽ ഡീസൽ ലോക്കോ എന്ന് പറയുമ്പോൾ തന്നെ ഒരു വികാരമാണ്. ഇപ്പോഴും അതെ വികാരം ആണ് സത്യം പറഞ്ഞാൽ. അത് ഇനി എത്ര വലിയ മോഡൽ ലോക്കോസ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ വന്നാലും ഇവരെ റീപ്ലേസ് ചെയ്യാൻ ആരെക്കൊണ്ടും പറ്റില്ല. നമ്മുടെ ആൽക്കോ, എറണാകുളത്ത് പോയ ആൽക്കോ ലോക്കോമോട്ടീവ്സിന് ഇഷ്ടം പോലെ കാണാം. എറണാകുളത്തിൻ്റെ പല ചെക്കന്മാരെയും നമുക്ക് പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് നമ്മൾ. പക്ഷേ ഇവരൊക്കെ കാണുമ്പം നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷവും നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ലോക്കോയിൽ ഇരുന്നാൽ കിട്ടൂല. ഇപ്പം എത്ര മോഡൽ ലോക്കോസ് വന്നാലും ഇവരെ മുമ്പിൽ കുടിക്കാൻ കുറച്ച് പാടുള്ളൂ. കാരണം ഈ ലോക്കോസിന് ഫെയിൻ ബേസ് വേറെ തന്നെയുണ്ട്. ഇവരുടെ ഫാൻ ബേസ് എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികളെ മുതൽ മുതിർന്നവർക്ക് വരെ ഇവരെ ഇഷ്ടപ്പെടും. ഇവർക്ക് എന്നും ഇതുപോലെ നിൽക്കണം എന്ന് തന്നെയാണ് എൻ്റെയും പ്രാർത്ഥന. ഇവരൊന്നും ഒരു കാലത്തും ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് പോകാൻ പാടില്ല. സത്യം പറഞ്ഞാൽ തന്നെ ഇവരെ ഇന്ത്യൻ റെയിൽവേ സംരക്ഷിക്കുക തന്നെ വേണം. കാരണം എന്ത് ആപത്ഘട്ടത്തിലും ഇവർ മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു രക്ഷയ്ക്ക്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇനി എത്ര വലിയ ലോക്കോ ആണെങ്കിലും, P7 ആണെങ്കിലും P5 ആണെങ്കിലും P4 ആണെങ്കിലും ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ വരുമ്പം എപ്പോഴും റെസ്ക്യൂവിന് വരെ നമ്മുടെ ഡീസൽ എഞ്ചിൻസ് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ WD-40, WDG3 ഇങ്ങനത്തെ ലോക്കോസായിരിക്കും കൂടുതൽ വരിക. WDG4 കുറേ അങ്ങനെ ഒരു ഹെറിറ്റേജ് ഇതാണ്. ഇപ്പോൾ നമ്മൾ മുളങ്ങുന്നത്ത് കാവെത്തി ഏതാനും നിമിഷത്തിനുള്ളിൽ തൃശ്ശൂരെത്തി. ടിക്കെടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ടിക്കെടുക്കാൻ പറ്റും. കറുവിലാണ് സ്റ്റേഷനിൽ. മിണ്ടില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷെ അവൻ്റെ ഇതൊക്കെ അത്ര ഇഷ്ടമാണ് എനിക്ക് ഇവനെ എന്നും കാണും. പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവനെ കാണും. മിക്കവാറും ഇവൻ കടന്നു പോകാറാണ് പതിവ്. പക്ഷെ ഇന്ന് ഭാഗ്യം പോലെ ഇവൻ തന്നെയാണ് നമ്മുടെ ഓൾറെഡി സിഗ്നലായി കഴിഞ്ഞു. അപ്പോൾ ഇനി അധികം നേരം ഹോൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിവിടെ
പക്ഷേ ഇതുവരെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇന്നൊരു അവസരം കിട്ടി, യാത്ര നടത്തി. ഒത്തിരി സന്തോഷമുണ്ട് ഗൈസ്. നമ്മുടെ വണ്ടി പൊങ്ങുന്നെത്തുവാണ്. എന്താ പറയുക, സ്വർഗം എന്നല്ലാതെ എന്ത് പറയാനാണ് ഗൈസ്. ഇതിൽ കൂടുതൽ വാക്കുകളിൽ എനിക്ക് വീഡിയോ ഓഫേ ചെയ്യാൻ തോന്നുന്നില്ല. കാരണം അത്രയും മനോഹരമായൊരു ശബ്ദമാണ് ഇവൻ്റേത്. WD-40 എന്ന് പറയുമ്പോൾ തന്നെ, EMD എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം. അത്യാവശ്യം നല്ല ഹമ്മിങ്ങുള്ള ലോക്കോ ആണ്. ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ലോക്കോ കൂടിയാണത്. WAP7 കഴിഞ്ഞാൽ ആൽക്കോ കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളത് EMD ലോക്കോസിനാണ്. EMD എന്ന് പറയുമ്പോൾ തന്നെ മനസ്സാകെ, പ്രത്യേകിച്ച് ആ ഒരു മധുരമായ സ്വരം, ആ സ്വരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ഹെവൻലി ഫീലാണ്. ഇപ്പം പല റൂട്ടുകളിലും നമ്മുടെ ഡീസൽ ലോക്കോസ് പതിയെ പിൻവലിക്കപ്പെടുന്നുണ്ട്, ഇലക്ട്രിക്കിലോട്ട് മാറുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ എത്തി. ഇനി ഇവൻ്റെ ഡിപ്പാർച്ചർ നമുക്ക് എടുക്കാം. ഇനി നേരെ തൃശ്ശൂരെത്താൻ അധികം സമയം വേണ്ട. അവിടെ മെയിൻ വിഷ്വൽസ് മാത്രമാണ്, ഇതിൻ്റെ ഹമ്മിങ് സൗണ്ട് മാത്രമേ ഞാൻ കവർ ചെയ്യുന്നുള്ളൂ. കൂടുതൽ വേറൊന്നും നമ്മൾ കവർ ചെയ്യില്ല. അവിടെ പോകുന്ന അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്റ്റേഷനാണ്, പറയാതെ. ഇനി ഏകദേശം 1:30 റേഞ്ചിലാണ്. ഒരു 10 മണി 1:15 റേഞ്ചിലാണ് ഇവൻ തൃശ്ശൂർ കയറുന്നത്. ഇതിൻ്റെ തൊട്ട് പിന്നിൽ നമ്മുടെ പാസഞ്ചർ ഉണ്ടാവും 1:50. ഇന്നലെ നമ്മുടെ പാസഞ്ചർ നേരത്തെ വന്നു. ഇത് കണ്ടോ ഒരു വെറൈറ്റി കോച്ച് കാണിച്ചു തരാം. ഒരു സംഭവം മറ്റേ വണ്ടിയാ, ഇൻസ്പെക്ഷൻ കവർ. നമ്മുടെ ഫൈനൽ ലൂപ്പിലേക്ക് നമ്മൾ കയറുവാണ്. യാത്ര തുടങ്ങിയതും അവസാനിച്ചതും ഒന്നും അറിയുന്നില്ല സത്യം പറഞ്ഞാൽ. ഞാനിനിയൊന്നും മിണ്ടൂല്ല കേട്ടോ തൃശ്ശൂരെത്തണവരെ. ഒന്നും പേര് വരെ എത്താറായി.
ഇത് തന്നെ വൈകിട്ട് നമ്മുടെ നിലമ്പൂർ പാസഞ്ചറായിട്ട് വണ്ടി, അതായത് ഷൊർണൂരിന് രാത്രി എടുക്കുന്ന നിലമ്പൂർ പാസഞ്ചറാണത്. അപ്പോൾ ഇതിൻ്റെ പൊന്നെ കാട് കയറി ഉറപ്പായിട്ട് വീഡിയോ ഒരു ലൂപ്പ് ട്രാക്ക് കയറി ഇറങ്ങണം. ഇവന് പോയിൻറ്റ്സ് ക്ലിയർ ചെയ്ത് പോകണം. ഇവനെ മിക്കവാറും മുമ്പിൽ വണ്ടി ഉണ്ടെന്ന് തോന്നുന്നു, ട്രെയിനുണ്ട്. കാണിച്ചാൽ അവന് കാണിക്കാൻ പറ്റുമെങ്കിൽ അവനിങ്ങനെ കർവിലാണ് നിൽക്കുന്നത്. സിഗ്നൽ റെഡാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇതിൽ വണ്ടി ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇനിയിപ്പം ഒന്നിലോ രണ്ടിലോ ട്രെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവന് കയറി എളുപ്പമില്ല. എൻ്റെ വ്യൂ കണ്ടോ ഗൈസ്? നമ്മുടെ ഫൈനൽ ലൂപ്പിലേക്ക് നമ്മളെത്തുകയാണ്. വണ്ടി ഇവിടെ കുറച്ച് നേരം ഇട്ടു കേട്ടോ ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക, മിക്കവാറും ട്രാക്ക് ചേഞ്ചിൻ്റെ ഇത് വന്നിട്ടുണ്ടാവണം കേട്ടോ ഗൈസ്. ഇതിന് ഏത് ട്രാക്കിലേക്കൊക്കെ ഇടുന്നതെന്ന് അറിയില്ല. ഇവിടെ മൊത്തം കാടാണ്. ഇനി പിന്നെ അധികം സ്പീഡ് എടുക്കാൻ പറ്റില്ല എന്നുകൊണ്ട് ഇവിടെ
WDP4D വെച്ച് ലോക്ക് വെച്ചുള്ള പാസഞ്ചറിൽ തൃശ്ശൂർ നമ്മുടെ ഷൊർണൂർ തൃശ്ശൂർ പാസഞ്ചർ അവസാനം ഫൈനൽ ലൂപ്പിലേക്ക് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. എന്താ പറയുക, ഹെവൻലി ഫീലായിരുന്നു. ഹെവൻലി ഫീലായിരുന്നു. ഹെവൻ എന്ന് പറഞ്ഞാൽ ഇതിൽപ്പരം നമ്മളെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ 3 നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ബാക്കി 3 4ലേക്ക് കയറും. 4 നമ്മൾ കയറുന്നത്. അതായത് ഇങ്ങനെ പോയിൻറ്റ്സ് കടന്ന് പോകണം, അതുകൊണ്ടാണ് വണ്ടി ഇത്ര ഡിലേ ആയത്. ഇപ്പോൾ അതാണ് തൃശ്ശൂരിൻ്റെ മെയിൻ പ്ലാറ്റ്ഫോംസ് 2. ഇതൊരു വെറൈറ്റി ബ്ലോഗായിരിക്കും കേട്ടോ നമ്മുടെ ലൈഫിൽ. അന്ന് 3ലേക്കാണ് കയറുന്നത്. ഭാഗ്യം 3ലേക്കാണ് കയറുന്നത്. WDP4D 3ലാണ് കയറുന്നത്. അതെന്തെങ്കിലും 4 പോയില്ല എന്ന് തോന്നുന്നു. അത് കുറച്ച് പിക്ക് എടുക്കണം നമുക്ക്. WDP4D 3ലേക്ക് എത്തി ഗൈസ്. എക്സ്പെക്ടേഷൻസ് ഞാൻ വിചാരിച്ചു ഇവനെ 4ലേക്ക് കയറ്റുന്നു, പക്ഷെ 3ലാണ് കയറ്റി. എന്തായാലും അപ്പോൾ വേറെ വണ്ടിയൊന്നും പ്രത്യേകിച്ച് ഇല്ലല്ലോ, അതായിരിക്കും. ഇത് ഇവിടെ അവസാനിക്കുന്ന വണ്ടിയാണ്. നമ്മുടെ വണ്ടി ഇവിടെ അവസാനിക്കും. കുറച്ച് പിക്ക് എടുക്കണം. WDP4Dയുടെ കുറച്ച് പിക്ക് എടുക്കണം. നമുക്കിനപ്പുറത്തേക്ക് പോകണം. More inquiries from that.